നമ്മുടെ മൊബൈലില് വളരെ യൂസ്ഫുൾ ആണ്, വളരെ ഉപകാരപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് സെറ്റിംഗ്സുകളുണ്ട്. പക്ഷെ അത് നമ്മൾ അറിയാതെ നമുക്ക് തരുന്ന പണി വളരെ വലുതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ഒഴിവാക്കണം. അത് എങ്ങനെയാണ് ഒഴിവാക്കുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണും. നമ്മുടെ മൊബൈലിൽ നമുക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ? പക്ഷെ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് സെറ്റിംഗ്സുകൾ തന്നെയാണ്. ആ രണ്ട് സെറ്റിംഗ്സുകൾ കൊണ്ട് നമുക്ക് അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് ഒഴിവാക്കാൻ ഞാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഒന്ന് ആ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ചില ഫോണുകളിൽ ഗൂഗിൾ നേരിട്ട് കാണിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്താൽ മതി? മുകളിലുള്ള ആ സെർച്ച് ഓപ്ഷൻ ഉണ്ടല്ലോ, ആ സെർച്ച് ഓപ്ഷൻ ഒന്ന് ഗൂഗിളിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലും ഗൂഗിൾ കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ ഏറ്റവും താഴെ ആ ഗൂഗിൾ കാണുന്നത് കൊണ്ട് ആ ഗൂഗിളിൽ തന്നെ പ്രസ് ചെയ്യണം. ഗൂഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡി ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന്റെ തൊട്ട താഴെയായിട്ട് ഓൾ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓൾ സർവീസസ് അത് നമുക്കൊന്ന് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണുന്നില്ലേ? ആ പ്രൈവസിയുടെ താഴേക്കായിട്ട് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിന്റെ ഇവിടെ താഴേക്കായിട്ട് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയുടെ അതിന്റെ ഹെഡിങ് അതിന് താഴെയായിട്ട് പേഴ്സണലൈസ്ഡ് യൂസിങ് ഷെയർ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള രണ്ട് സെറ്റിംഗ്സിലുണ്ട്. പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് പേഴ്സണലൈസ്ഡ് യൂസിങ് ഷെയർ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ഗൂഗിൾ മാപ്സ്, കീപ് നോട്ട്സ്, ജിമെയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഓണായി കിടക്കുക. അപ്പൊ നിങ്ങളുടെ പല രഹസ്യങ്ങളും ഇത് ഓണായി കിടക്കുന്നത് കൊണ്ട് ഗൂഗിൾ അറിയാനും പല തേർഡ് പാർട്ടിക്കും എത്താനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കോൺടാക്ട്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്റ്റേണൽ മീഡിയ, നിങ്ങളുടെ വോയിസുകൾ, വീഡിയോസ് കാര്യങ്ങളെല്ലാം ഇതുവരെ ഷെയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ഫോണിൽ ഇത് ഓൺ ആണെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാണ് ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമതൊരു ഓപ്ഷൻ കൂടിയാണ് ഞാൻ പറഞ്ഞുതരാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമുക്ക് പ്രൈവസിന്റെ താഴെ തന്നെയായിട്ട് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിന്റെ താഴെ തന്നെയായിട്ട് ആഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എല്ലാവരും പരസ്യം കാരണം വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെയധികം പരസ്യം കുറയ്ക്കാൻ സാധിക്കും. നമ്മളിവിടെ ആഡ് പ്രൈവസിന്റെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. ആഡ് പ്രൈവസി എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കേണ്ട ആഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇത് ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. എന്താണ് ഈ ആഡ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല. കാരണം നമ്മൾ കണ്ടിരിക്കുന്ന പരസ്യങ്ങൾ നമ്മൾ ആ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഗൂഗിളിന് അറിയാൻ പറ്റും. അതുവഴി അവർ കൂടുതൽ പരസ്യങ്ങൾ നമുക്ക് അയച്ചുകൊണ്ട് പോകും. അപ്പൊ അത് അറിയാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചേക്കുക. ഇങ്ങനെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരസ്യങ്ങൾ വരുന്നത് വളരെ കുറയും. ഇനി ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ കൂടി കാണുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഈ ഒരു ഓപ്ഷനിലൊക്കെ നോക്കി കഴിഞ്ഞാലാണ് അവർക്ക് എന്ത് കാണാൻ പറ്റുക? നമ്മൾ പരസ്യങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അത് ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കാണാനേ പറ്റില്ല. ഇനി അടുത്ത ഒന്നും കൂടി ചെയ്ത് വെക്കാണ്ട് നമുക്ക് വന്നിരിക്കുന്ന അഡ്വർടൈസ്മെന്റ് ഐ ഡി, ഈ ഐ ഡിന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു അഡ്വർടൈസ്മെന്റ് ഐ ഡി തരും. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് പരസ്യം വന്ന അഡ്വർടൈസ്മെന്റ് ഐ ഡി നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ഐ ഡി ആക്കി കൊടുക്കും. ഇത് ആവശ്യക്ക് ചെയ്യുന്ന